ഹായ്. കേരള PSC മുൻവർഷ മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ശരിയായ പദം ഏത്? ശരിയായ പദം. ഓപ്ഷൻ എ അസ്തിത്വം, ഓപ്ഷൻ ബി അസ്തിത്വം, ഓപ്ഷൻ സി അസ്തിത്വം, ഓപ്ഷൻ ഡി അസ്തിത്വം. നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അസ്തിത്വം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? അധോഗതി, ദുർഗതി, പിന്നോട്ട്, അപഗതി. എന്താണെന്നറിയോ? അതിന്റെ ആൻസർ വരുന്നത് അധോഗതി എന്നുള്ളതാണ്. പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. ഓക്കെ, അടുത്തത് കന്നഡ ഏത് സമാസത്തിൽ പെടുന്നു? കന്നഡ ഏത് സമാസത്തിൽ പെടുന്നു? ദ്വന്ദ്വ സമാസം, തൽപുരുഷ സമാസം, ബഹുവ്രീഹി, അതുപോലെ അവ്യയീ ഭാവൻ. ഇതിൽ കന്നഡ ഏത് സമാസത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏത് സമാസത്തിലാണ്? ഉത്തരം തൽപുരുഷ സമാസം. എന്താണ് തൽപുരുഷ സമാസം? അടുത്ത ക്വസ്റ്റ്യൻ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, അവസാനിപ്പിക്കുക. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കുക. വിദ്യുത് ശക്തി എന്നുള്ളത് എഴുതുന്നതും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് അതുകൂടെ ഒന്ന് നോക്കുക. അത് പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഉത്തരം എ ആണ്. വിദ്യുത് പ്ലസ് അധികം പ്ലസ് അല്ലെങ്കിൽ അധികം ശക്തി. വിദ്യുത് അധികം ശക്തി എന്നതാണ് വിദ്യുത് ശക്തി എന്ന് പറയുന്നത്. അടുത്തത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഓപ്ഷൻ ബി കേരള വർമ്മ, വലിയ കോയി തമ്പുരാൻ, ഓപ്ഷൻ സി AR രാജരാജവർമ്മ, ഓപ്ഷൻ ഡി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാണാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാണാനുള്ള ആഗ്രഹം. എന്താണ് കാണാനുള്ള ആഗ്രഹത്തിന് പറയാം? അതിനെ പറയുന്നതാണ് ദിദൃക്ഷ. എന്താണ് ദിദൃക്ഷ? കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. പവനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പവനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആൻസർ വരുന്നത് പവനൻ എന്ന് വെച്ചാല് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കാറ്റാണ് കേട്ടോ. കാറ്റാണ് പവനൻ എന്ന് വെച്ചാല് കാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂര്യൻ എന്നർത്ഥം വരാത്ത പദം. ഇതിൽ സൂര്യൻ എന്ന അർത്ഥം വരാത്തത് ആദിത്യനാണോ, രവിയാണോ, അർക്കനാണോ, സോമനാണോ? ഏതാണെന്നറിയോ? ഓപ്ഷൻ ഡി സോമനാണ് സൂര്യൻ എന്നർത്ഥം വരാത്ത പദം. അപ്പം ആദിത്യനും രവിയും അർക്കനും എന്താണ്? സൂര്യൻ എന്ന ഇതിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് അമ്പലം പിരിച്ചെഴുതുക. അമ്പലം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഓരോ ഓപ്ഷൻ നോക്കുക കേട്ടോ. അമ്പലം പിരിച്ചെഴുതുക എങ്ങനെ എഴുതും? അം പ്ലസ് ഫലം ആണ് അമ്പലം. അം പ്ലസ് ഫലം അമ്പലം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിദുഷിയാണോ, വിദ്വാനിയാണോ, വിദ്വാമിയാണോ, വിദുഷിയാണോ? ഏതാണ്? വിദുഷി. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം വിദുഷിയാണ്. ഇനി ശരിയായ പദം ഏത്? ശരിയായ പദം യഥേഷ്ടം എന്നാണോ, യഥേഷ്ടം? ഇതിലോരോന്ന് നോക്കാം കേട്ടോ. ഇതിലാണ് ശരിയായ പദം എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. യഥേഷ്ടം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ അക്കിടി പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അക്കിടി പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അക്കിടി പറ്റുക എന്ന് പറഞ്ഞാല് അബദ്ധം പിണയുക. അബദ്ധം പിണയുക എന്നതാണ് അക്കിടി പറ്റുക എന്ന് വെച്ചാൽ. എന്താണ്? അബദ്ധം പിണയുക. സഫലം എന്നതിന്റെ വിപരീതം എന്ത്? സഫലം എന്നതിന്റെ വിപരീതം എന്തായിരിക്കും? സഫലം എന്ന് വെച്ചാല് അതിന്റെ വിപരീതം വരുന്നത് അഫലമാണോ, നിഷ്ഫലമാണോ, വിഫലമാണോ, ദുഷ്ഫലമാണോ? വിഫലം. സഫലം എന്നതിന്റെ വിപരീതമാണ് വിഫലം എന്ന് പറയുന്നത്. ശരിയായ പദം ഏത്? കയ്യൊപ്പ്. ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ പറയുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. അപ്പോ അത് നോക്കുക
എന്താണ് കയ്യൊപ്പ്, അതാണ് ശരിയായിട്ടുള്ളത്. കയ്യൊപ്പ്. ഇതൊക്കെ മിക്കവാറും എന്താണ് റിപ്പീറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഒക്കെ ഒന്ന് ഇവിടെ തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വെറും 15 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സാം ആവുന്നതിന് മുമ്പേ മലയാളം സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.